Hello students, welcome to HSC UG PG Maths 12. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്റഗ്രേഷന്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. ഇന്റഗ്രേഷന്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷന് നമ്മളൊരു ചെറിയ മോഡിഫിക്കേഷൻ, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുത്തിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇന്റഗ്രൽ 2x by 1 plus x square dx, ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ആ 1 plus x square ഇതിനെ നമ്മൾ t എന്ന് വിളിക്കുന്നു. അതായത് ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു t എടുത്താൽ 2x into dx by dt പ്ലസ് 1, സോറി പ്ലസ് അല്ല, ഈക്വൽ ടു 1. അതായത് 1 plus x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t എടുത്തു കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് ആണ്, 0 ആയി പോകും. പ്ലസ് 2x into dx by dt വിച്ച് ഈസ് ഈക്വൽ ടു dt by dt, അതാണ് 1. ക്ലിയർ ആയോ? ഇതിൽ നിന്ന് ഞാൻ 2x dx എന്ന് പറയുന്നത് 2x dx എന്ന് പറയുന്നത് dt എന്ന് എനിക്ക് കിട്ടും. 2x dx is equal to dt. അപ്പൊ ഞാൻ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2x by 1 plus x square dx എന്ന് പറയുന്നത് ഇന്റഗ്രൽ 2x dx നമുക്ക് എന്ത് എഴുതാം? dt എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 1 plus x square എന്ത് എഴുതാം? t എന്ന് എഴുതാം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 by t dt എന്ന് കിട്ടി. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്റഗ്രൽ 1 by x dx എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അതായിരുന്നു. അപ്പൊ അതേപോലെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ 1 by t dt എന്ന് പറയുന്നത് ലോഗ് മോഡ് ടി പ്ലസ് സി. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ലോഗ് മോഡ് ടി എന്തായിരുന്നു തന്നിട്ടുണ്ട്? സോറി, ലോഗ് മോഡ് ടി പ്ലസ് സി ആണ്. ടി എന്ന് പറയുന്നത് 1 plus x square ആണ്. അപ്പൊ ലോഗ് 1 plus ലോഗ് മോഡ് 1 plus x square പ്ലസ് സി, ഇതാണ് ഇതിന്റെ ആൻസർ. ശ്രദ്ധിച്ചു നോക്കിയേ, ഇന്റഗ്രൽ 2x by 1 plus x square dx 1 plus x square നമ്മൾ t എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റീവ് ചെയ്തു. അതിനുശേഷം 2x dx എന്ന് പറയുന്നത് dt ആണെന്ന് എഴുതി വെച്ചു. ഇന്റഗ്രൽ 2x by 1 plus x square dx ഇന്റഗ്രൽ dt by t എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 by t into dt എന്ന് എഴുതി. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇന്റഗ്രൽ 1 by x dx വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് x പ്ലസ് സി. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് t വന്നുകൊണ്ട് ലോഗ് മോഡ് t പ്ലസ് സി. ടി എന്ന് പറയുന്നത് എന്താ പറയാ? 1 plus x square, അത് ഇട്ട് കൊടുത്തു. അതായത് ഇതിനെ ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്തു, ആൻസറിലെത്തി. ഇതാണ് നമ്മൾ ഈ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റ്യനോട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. നോക്കിയേ, ഇന്റഗ്രൽ log x the whole square divided by x dx. ക്ലിയർ ആവുന്നുണ്ടോ? ഇന്റഗ്രൽ log x the whole square divided by x dx. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, log x നമ്മൾ നേരത്തെ t എന്ന് വിളിച്ചില്ലേ, അതുപോലെ log x നമ്മൾ ഇവിടെ t എന്ന് വിളിക്കുക. log x നെ t എന്ന് വിളിച്ചാൽ ഡെറിവേറ്റീവ് ഓഫ് log x എന്ന് പറയുന്നത് 1 by x ആണ്. വിത്ത് റെസ്പെക്ട് ടു t യിൽ ചെയ്യുന്നതാണ് dx by dt എന്ന് കിട്ടും. dx by dt is equal to 1. ക്ലിയർ ആവുന്നുണ്ടേ? അപ്പൊ നമുക്ക് 1 by x into dx എന്ന് പറയുന്നത് എന്ത് കിട്ടും? dt ആണ് കിട്ടും. ഓക്കെ ആണ് ഇത്രയും കാര്യങ്ങൾ. log x is equal to t എന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ log x ന്റെ നമുക്ക് വേണേൽ പുട്ട് log x is equal to t എന്ന് എഴുതിക്കോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിഫൈ ആണ്. അതായത് log x ന് t എന്ന് നമ്മൾ പുട്ട് അതായത് ഇട്ട് കൊടുത്തു. log x ന് t എന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ log x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 by x dx by dt is equal to 1. 1 by x into dx by dt 1 കിട്ടി. അതിനകത്ത് നിന്ന് dt എന്ന് പറയുന്നത് 1 by x into dx ആണ് കിട്ടി. വേറെ ഒന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ഇന്റഗ്രൽ log x the whole square divided by x dx, ഇതിനകത്ത് ഈ log x ന് t എന്ന് കൊടുത്താൽ t സ്ക്വയർ, ബാക്കി എന്താണ് 1 by x dx ഉണ്ട്. ആ 1 by x dx ന് എന്ത് കൊടുക്കാം? 1 by x dx ന് dt കൊടുക്കാവോ? സോറി, 1 by x dx ന് dt കൊടുക്കാവോ? കൊടുത്തു. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ x raised to n dx, നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഇന്റഗ്രൽ x raised to n dx എന്ന് പറയുന്നത് x raised to n plus 1 divided by n plus 1 പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c. അങ്ങനെ വരുമ്പോൾ ഇന്റഗ്രൽ t സ്ക്വയർ dt എന്ന് പറയുന്നത് t ക്യൂബ് ബൈ 3 പ്ലസ്
കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. ടി എന്താണെന്ന് നമുക്കറിയാം, ടി എന്ന് പറയുന്നത് log x ആണ്. അപ്പോൾ log x ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി. ഇതാണ് ഇതിന്റെ ആൻസർ. ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയേ. ഇന്റഗ്രൽ log x ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ x dx. log x നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, log x നെ t എന്ന് വിളിച്ചു, അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എടുത്തു. log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്, പിന്നെ dx by dt which is equal to 1. അതിനകത്ത് നിന്ന് 1/x dx എന്ന് പറയുന്നത് dt ആണെന്ന് കിട്ടി. ഈ ഇക്വേഷനകത്തോട്ട് ആ തന്നിരിക്കുന്ന ഫംഗ്ഷനകത്തോട്ട് log x നമ്മൾ t എന്ന് കൊടുത്തു, അതിനുശേഷം 1/x dx നമുക്ക് dt എന്ന് കൊടുത്തു. ഇന്റഗ്രേറ്റ് ചെയ്തു ഫൈനൽ ആൻസർ. അതായത് സിമ്പിൾ ആ, ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേഷൻ വളരെ എളുപ്പമാണ്. ഈ പറയുന്ന രീതിയിൽ മനസ്സിലാക്കി പോയാൽ വളരെ എളുപ്പമാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. Next question, 1/x plus integral 1/x plus x log x dx. നോക്കിക്കേ, integral 1/x plus x log x dx which is equal to, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? integral 1/x into 1/x into 1 plus log x. ഇങ്ങനെ എഴുതാവോ? അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, 1 plus log x equal to t. നമ്മുടെ ഐഡിയ ആണ് എങ്ങനെ കൊടുത്ത് നമുക്ക് ഇത് സോൾവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ 1 plus log x ന് ഞാൻ t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എടുക്കുക, വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എടുത്തു കഴിഞ്ഞാൽ 1/x into dx by dt is equal to 1. ഇതിനകത്ത് നിന്ന് 1/x into dx എന്ന് പറയുന്നത് dt ആണെന്ന് എനിക്ക് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ഇതിനെ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മളിവിടെ വരെ ചെയ്ത് നിർത്തിയ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അതായത് 1/1 plus log x ന് ഫസ്റ്റ് എഴുതി ഇൻറ്റു ഒരു 1/x പിന്നെ dx. ക്ലിയർ ആണേ? അപ്പോൾ ഈ 1/x dx, ഈ ടേം 1/x dx നെ dt എന്ന് കിട്ടി, 1 plus log x നെ t എന്ന് കിട്ടി. അപ്പോൾ അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ 1 plus log x എന്ന് പറയുന്നത് t ആണ്, 1/x dx എന്ന് പറയുന്നത് dt ആണ്. അപ്പോൾ ഇന്റഗ്രൽ 1/t dt which is equal to log mod t plus constant of integration. അപ്പോൾ log mod t കൊടുത്താൽ t എന്താണെന്ന് നമുക്കറിയാം, log mod t എന്ന് പറയുന്നത് 1 plus log x ആണ്, 1 plus log x plus c. ഇതാണ് ഇതിന്റെ ആൻസർ. ചെയ്തെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇന്റഗ്രൽ 1/x plus x log x dx. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് x നെ കോമൺ എടുത്തു. x നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1/x into 1 plus log x dx. അതിനകത്ത് ഞാൻ 1 plus log x ന് t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഐഡിയ, ഏത് കൊടുത്താൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. നിങ്ങൾ വേണം 1/x കൊടുത്തു പോകാം, പക്ഷെ പറ്റത്തില്ല നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതേപോലെ അത് എന്ത് ചെയ്യാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണമെന്ന്. അപ്പോൾ 1 plus log x is equal to t. ആ log x അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ 1/x dx by dt is equal to 1 എന്ന് കിട്ടും. 1/x into dx എന്ന് പറയുന്നത് dt ആണെന്ന് കിട്ടും. ക്ലിയർ ആണ്? ഇതേ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്തോട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടും ഇന്റഗ്രൽ 1/t dt എന്ന് കിട്ടും. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടുമായിട്ട് അപ്ലൈ ചെയ്യും. സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിയാം, ഇന്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് log mod x plus c കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. അപ്പം ഞാൻ ഇന്റഗ്രൽ 1/t dt എന്ന് പറയുന്ന ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുമായിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടും log mod t plus c. അപ്പൊ t എന്താണെന്ന് കിട്ടി? t എന്ന് പറയുന്നത് 1 plus log x ആണ്. അപ്പൊ log mod 1 plus log x plus c. ഇതാണ് ആൻസർ. നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഡിഫറെന്റ് പാറ്റേൺസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്ന. ആലോചിച്ച് നോക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. integral sin x sin of cos x dx. നോക്കിയേ, ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ sin x into sin of cos x dx. അപ്പോൾ നമ്മൾ ഇതിന് ഏതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന് ആലോചിച്ച് നോക്കാം.
അപ്പോൾ നമുക്ക് കോസ് എക്സിന് കൊടുത്ത് നോക്കാം. കോസ് എക്സ് ഈക്വൽ ടു ടി. അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എടുത്താൽ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു dx by dt is equal to 1. Okay ആണോ? which is equal to sin x dx equal to dt. ഒരു മൈനസ് ഉണ്ട്. ഇനി ത്രൂ ഔട്ട് ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ sin x dx equal to മൈനസ് dt എന്ന് എഴുതാമല്ലോ. അത് ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇന്റഗ്രൽ sin x into sin of cos x dx. ഇതൊരു ടേം ക്ലിയർ ആവുന്നുണ്ടേ. അപ്പൊ ഞാൻ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡ് കിടന്ന ടേമിന് എടുത്ത് ഫസ്റ്റ് എഴുതി. അതുകൊണ്ട് വിഷയമൊന്നുമില്ലല്ലോ. അതിനുശേഷം ആ ഫസ്റ്റ് കിടന്ന ടേമിന് സെക്കൻഡ് എഴുതി അതേപോലെ തന്നെ എഴുതി. ഇന്റഗ്രൽ ഡി എക്സ് ഒക്കെ അതേപോലെ ഇന്റഗ്രൽ സൈൻ ഓഫ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. അപ്പൊ ഈ ഇക്വേഷൻ വീണ്ടും ഒന്ന് മോഡിഫൈ ചെയ്ത് ആലോചിച്ചാൽ, അതായത് കോസ് എക്സിന് നമ്മൾ ടി എന്ന് കൊടുത്തിട്ടുണ്ട്, സൈൻ എക്സ് ഡി എക്സിന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? മൈനസ് ഡി ടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഡി ടി ആണ്. ക്ലിയർ ആവുന്നുണ്ട? ഈ മൈനസ് വെളിയിൽ അങ്ങ് പോകും. മൈനസ് വെളിയിൽ പോയാൽ മൈനസ് ഓഫ് ഇന്റഗ്രൽ സൈൻ ടി ഡി ടി. ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണെന്നറിയാം. മൈനസ് വെളിയിൽ ഒന്നും കിടപ്പുണ്ട്, ഇപ്പൊ ഒരു മൈനസ് കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ മൈനസ് കോസ് ടി പ്ലസ് സി. ഓക്കെ ആണോ? അതായത് ഞാൻ പറഞ്ഞ ഇന്റഗ്രൽ സൈൻ ടി ഡി ടി എന്ന് പറയുന്നത് മൈനസ് കോസ് ടി ആണ്. നേരത്തെ ഒരു മൈനസ് പുറത്ത് കിടപ്പുണ്ട്, ആ മൈനസും കിടപ്പുണ്ട്. അപ്പൊ എന്ത് കിട്ടി? കോസ് ടി എന്താ? കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി. അപ്പൊ ഞാൻ പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചിരിക്കണം. അത് പഠിക്കാതെ ഇനി അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിയാത്തവർ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിക്കുക ഫസ്റ്റ്. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്ന? അപ്പൊ നമുക്ക് കിട്ടിയത് കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇന്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ ഓഫ് കോസ് എക്സ് ഡി എക്സ്. അതിൽ കോസ് എക്സിന് ഞാൻ ടി എന്ന് കൊടുത്തു. കോസ് എക്സിന് ടി എന്ന് കൊടുത്തിട്ട് ഞാൻ അതിന്റെ ഡെറിവേറ്റീവ് എടുത്തു, വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എടുത്തു. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്, ഡി എക്സ് ബൈ ഡി ടി ഉണ്ട്. കാരണം വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എടുത്തുകൊണ്ടാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി എന്ന് എഴുതി. ആ മൈനസ് ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ടി എന്ന് കിട്ടി. ക്ലിയർ ആയ ഇത്രയും? അതിനുശേഷം ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്തു. അതായത് ഇതിനെ ഞാനത് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഈ സെക്കൻഡ് കിടന്നിട്ട് ഫസ്റ്റ് എഴുതി, ഫസ്റ്റ് കിടന്നതിനെ സെക്കൻഡ് എഴുതി. അതിനുശേഷം കോസ് എക്സിന് ഞാൻ ടി എന്ന് കൊടുത്തു, സൈൻ എക്സിന് എനിക്ക് എന്ത് കിട്ടി? സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന മൈനസ് ഡി ടി ആണ് കിട്ടി. ഇതിനകത്തുള്ള ഈ മൈനസിനെ മൈനസിനെ ഞാൻ പുറത്തെടുത്തു. അതിനുശേഷം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണ്. ആ മൈനസ് കോസ് എക്സ് എഴുതി അറേഞ്ച് ചെയ്തു. ഓക്കെ ആണ് ഇത്രയും. അതായത് ഡിഫറെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. കുറഞ്ഞത് ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിക്കുക, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇന്റഗ്രൽ എക്സ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 dx. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് എക്സ് പ്ലസ് 2നെ ടി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എടുത്താൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് 1 എനിക്ക് കിട്ടി. ക്ലിയർ ആണോ? അതായത് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി തന്നെയാണ്. ഓക്കെ ആണോ? ഇതിൽ നിന്ന് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു എന്താന്ന് എഴുതാം? എക്സ് ഈക്വൽ ടു ടി മൈനസ് 2 ആണെന്ന് എഴുതാം. അപ്പൊ നമുക്ക് വേണ്ട, നമുക്ക് തന്നിരിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ എന്തായത്? എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഡി എക്സ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സിന്റെ സ്ഥാനത്ത് ടി മൈനസ് 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. റൂട്ട് എക്സ് പ്ലസ് 2ന്റെ സ്ഥാനത്ത് റൂട്ട് ടി എന്ന് കൊടുക്കാം. ഡി എക്സിന്റെ സ്ഥാനത്ത് ഡി ടി എന്ന് കൊടുക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ഞാൻ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഞാൻ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എക്സ് എന്ന് പറയുന്നത് ടി മൈനസ് 2 ആണ്, റൂട്ട് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് റൂട്ട് ടി, അതായത് എക്സ് പ്ലസ് 2 ടി ആയതുകൊണ്ട് റൂട്ട് ടി ആവും. ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആണ്. ചെയ്ത വഴികളെല്ലാം മനസ്സിലായേ? വിച്ച് ഈസ് ഈക്വൽ ടു അതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ടി മൈനസ് 2 ഇൻറ്റു റൂട്ട് ടി അങ്ങനെ എഴുതാം, ടി റേസ് ടു 1/2 എന്ന് എഴുതാം.
ഇൻറ്റു ഡി ടി എന്ന് എഴുതാവേ. ഇനി ഈ ടി റേസ് ടു 1/2 അകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി ഇൻറ്റു ടി റേസ് ടു 1/2, അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ, ടി റേസ് ടു 1 പ്ലസ് 1/2, അതായത് 3/2 ആവും. അതൊന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. 2 ഇൻറ്റു ടി റേസ് ടു 1/2 ഇൻറ്റു ഡി ടി, സോറി ഡി ടി ആണ് മാറിപ്പോയത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓരോന്നിനും ഇന്റഗ്രേഷൻ കൊടുക്കും. ഇന്റഗ്രൽ ടി റേസ് ടു 3/2 ഡി ടി മൈനസ് ഇന്റഗ്രൽ 2 കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തു, ബാക്കി ഇന്റഗ്രൽ ടി റേസ് ടു 1/2 ഡി ടി. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അതായത് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. അതേപോലെ ചെയ്താൽ കിട്ടും. ഞാനത് ചെയ്ത് കാണിച്ചു തരാം. Okay, which is equal to integral t raised to 3/2 dt, അതായത് ഇന്റഗ്രൽ x raised to n dx എന്ന് പറയുന്നത് t raised to 3/2 plus 1 divided by 3/2 plus 1, ഓക്കെ ആണോ? മൈനസ് 2 ഇൻറ്റു t raised to 1/2 plus 1 divided by 1/2 plus 1 plus constant of integration c is equal to t raised to 3/2 plus 1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? t raised to 5/2 എന്ന് കിട്ടും, divided by 5/2 minus 2 into t raised to 3/2 എന്ന് കിട്ടും, divided by 3/2. ഓക്കെ ആണ് ഇത്രയും, പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. t raised to 5/2 divided by 5/2, ഈ 5/2 എഴുതിക്കുന്നത് 2/5 എന്ന് എഴുതാം, into t raised to 5/2. t raised to 5/2 എന്നുള്ളതിന് t എന്ന് പറയുന്നത് നമുക്കറിയാം x plus 2 ആണ് നമ്മൾ ആദ്യം കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ, which whole raised to 5/2 minus 3/2 മേളിൽ വരുമ്പോൾ 2/3 ആവും. 2/3 into 2 എന്ന് പറയുന്നത് 4/3 into x plus 2 the whole raised to 3/2 plus c. ക്ലിയർ ആയ ഇത്രയും? അതായത് ആൻസർ കിട്ടുന്നത് 2/5 x plus 2 the whole raised to 5/2 minus 4/3 into x plus 2 the whole raised to 3/2 plus c. ചെയ്തു വന്ന ക്വസ്റ്റ്യൻ ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ അടിപൊളിയാണ്. അതായത് ഇന്റഗ്രൽ നമ്മൾ തന്നിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്റഗ്രൽ എക്സ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഡി എക്സ്. ഇതിനകത്ത് എക്സ് പ്ലസ് 2 നമ്മൾ ടി എന്ന് വിളിച്ചു, അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചു, ഡി എക്സും കണ്ടുപിടിച്ചു, അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്തു. ക്ലിയർ ആയ ഉത്തരം? അതായത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻ അടുത്ത് ചെയ്തു. ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല, കാരണം വീഡിയോ ലോങ് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഇടാം, അത് നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, പിന്നെ കൂട്ടുകാരിലേക്കും കൂടെ ചാനൽ ഷെയർ ചെയ്യുക. താങ്ക് യു.